ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത്രയും നേതൃ മികവ് കാട്ടിയ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം. തനിക്ക് പിണറായിയെ വലിയ ഇഷ്ടമാണ്. പിണറായി അയ്യപ്പ ഭക്തനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹം കൈ കൊടുത്ത് ഞാൻ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ, അത് എന്നെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഇനി അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി അങ്ങനത്തെ കാര്യമില്ല. അവൻ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയി പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ. പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയാണെന്ന്. ഇപ്പം തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന്. അപ്പോൾ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ മേടിച്ചില്ലേ സന്തോഷമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആളുകളെ വടിയാക്കാവ. ഉദ്ഘാടന സമ്മേളനത്തിന് പിന്നാലെ 3 സെമിനാറുകൾ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, ഇതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് വലിയ വാർത്തയാണല്ലോ. അതായത് ഇവരുടെ എല്ലാം മനസ്സിൽ ഭക്തിയുണ്ട്, അദ്ദേഹവും ഭക്തനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അയ്യപ്പ ഭക്തനാണെന്ന് പറയുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചൊരു കാറിലാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുമ്പോൾ വലിയ വാർത്തയാണല്ലോ അത്. എന്താണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ് സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരും ഭക്തരാണ് എന്ന് പറയുന്നു. അതിൽ ആരൊക്കെയാണ് ഭക്തർ, ആരൊക്കെയാണ് സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിയത് എന്നുള്ളതെല്ലാം അവർ തന്നെ പറയേണ്ടതാണ്. അല്ലെങ്കിൽ അതിൽ നമ്മൾക്ക് ആരൊക്കെയാണ് ഭക്തർ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൃത്യമായി ആരെങ്കിലും പറ്റി പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഉദ്ഘാടന സെഷന് ശേഷം 3 വേദികളിലായി ചർച്ചകൾ നടക്കുകയാണ്. അതിലിപ്പോൾ നമ്മളുള്ളത് ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ചർച്ച നടക്കുന്ന വേദിയിലാണ്. വളരെ ഗുണപ്രദമാകുന്ന തരത്തിൽ ശബരിമലയിൽ ഭാവിയിൽ വലിയ ഗുണകരമാകുന്ന തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഭാവിയിൽ ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഈ തിരക്ക് വർദ്ധിക്കുന്നത് മുതൽ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കുണ്ടായി കഴിഞ്ഞാൽ അതിൽ വരെ ഇടപെടാൻ തക്ക തരത്തിലുള്ള AI സംവിധാനം ഒരുക്കുമെന്നാണ് നിലവിൽ അല്ലെങ്കിൽ ഒരുക്കാൻ ശ്രമിക്കുമെന്നുള്ള ചർച്ചകളാണ് നിലവിലിവിടെ നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, ഈ ഒരു ദിവസം ദിനം പ്രതി 1 ലക്ഷത്തോളം ആളുകൾ ശബരിമലയിൽ വന്നു പോകുന്നുണ്ട്. പ്രത്യേക ദിവസങ്ങളിൽ അതിനു മുകളിലേക്ക് സംഖ്യ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കുന്നത് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നിലവിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഈ തിരക്ക് ക്യൂ എല്ലാം നീണ്ട് മരക്കൂട്ടം വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം വലിയ അപകടമുണ്ടാക്കും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രണം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ, AI ക്യാമറകൾ, ഈ AIയുടെ സംവിധാനങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നടക്കമുള്ള ചർച്ചകളാണ് നിലവിൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്നാമത്തെ വേദിയിൽ നടക്കുന്ന ചർച്ചകൾ അത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതായത് തീർത്ഥാടകരുടെ ക്ഷേമം, അതുപോലെ തന്നെ പരിസ്ഥിതി. ശബരിമല നമുക്കറിയാം ടൈഗർ റിസർവ് കേന്ദ്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. നന്ദി ശ്രീരാജ് വിവരങ്ങൾക്ക്. അവിടെ ശബരിമല മാസ്റ്റർ പ്ലാനാണ് ഒരു വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റു വേദികളിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളടക്കമുള്ള തിരക്കെങ്ങനെ ക്രമീകരിക്കണം എന്നടക്കമുള്ള 3 വേദികളിലായിട്ടാണ് ഈ സെഷനുകൾ നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീരാജ് നൽകിയത്. വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ബൈറ്റ് നമ്മൾ നേരത്തെ കേൾക്കുകയും ചെയ്തതാണ്.